നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ BA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം പ്രീ ഹിസ്റ്ററി ടു 7th സെഞ്ചുറി CE എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് യൂണിറ്റിന്റെ പേര് കാൽക്കൊലിത്തിക് ഏജ് എന്നാണ്. കാൽക്കൊലിത്തിക് ഏജ് അഥവാ താമ്ര ശിലായുഗം. കാൽക്കൊലിത്തിക് എന്ന് പറയുമ്പോൾ ചെമ്പും അതുപോലെ ശില ആയുധങ്ങളും ഒരുപോലെ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് കാൽക്കൊലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഇത് മനുഷ്യ വികാസത്തിന്റെ ഒരു പെക്യൂലിയർ സ്റ്റേജ് ആണ് കാൽക്കൊലിത്തിക് ഏജ്. എന്ന് വെച്ചാൽ മനുഷ്യൻ ആദ്യമായിട്ട് അവൻ ഉപയോഗിച്ചത് ശിലകൾ തന്നെയാണ്, കല്ലുകൾ. പ്രകൃതിയിൽ അവന് ഉപരിതലത്തിൽ നിന്ന് ലഭിക്കുന്ന വസ്തുവാണല്ലോ കല്ല്, ലിത്തുകൾ. അപ്പൊ കല്ലുകളെ അതുപോലെ തന്നെ അവൻ മുറിച്ചും പല രീതിയിലും അവന്റെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അവൻ ഉപയോഗിച്ച ആ ഒരു കാലഘട്ടത്തെയാണ് ശിലായുഗം, അതായത് കല്ലുകൊണ്ട് മാത്രം ഉപജീവനം നടത്തിയ ഒരു കാലഘട്ടം, അതാണ് ശിലായുഗം. ഇനി അതിനുശേഷം അവൻ ലോഹം കണ്ടുപിടിക്കുന്നു. മനുഷ്യൻ ആദ്യം കണ്ടെത്തിയ ലോഹം ചെമ്പാണ്. അപ്പോൾ ഈ ചെമ്പ് കണ്ടെത്തിയതിന് ശേഷം അവന് ശിലയെക്കാളും അല്പം കൂടി അവന്റെ രീതിയിലേക്കൊക്കെ മാറ്റി ഉപയോഗിക്കാൻ പഠിച്ച ഒരു കാലഘട്ടം. അപ്പോൾ അവൻ ചെമ്പും കൂടി ഉപയോഗിച്ചു. ചെമ്പ് കണ്ടുപിടിച്ച അന്നു മുതൽ അവൻ കല്ലിന്റെ ഉപയോഗം നിർത്തിയിട്ടില്ല. അപ്പൊ കല്ലും ഉപയോഗിക്കുന്നുണ്ട്, അതോടുകൂടെ തന്നെ ചെമ്പും കുറെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ടും കല്ലും ചെമ്പും ഒന്നിച്ചു തന്നെ ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് നമ്മൾ താമ്ര ശിലായുഗം അഥവാ കാൽക്കൊലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പോ ഇതിന് ഈ ഒരു നാഗരികതയുടെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഈ ഒരു കാൽക്കൊലിത്തിക് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം 2500 BCE മുതൽ 700 BCE വരെയുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു പെക്യൂലിയർ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ ഏറ്റവും നമുക്ക് കാൽക്കൊലിത്തിക് ഏജിലെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങൾ ഒന്ന് നോക്കാം. അതായത് അഹർ, ബനാസ് താഴ്വരകള് തെക്ക് കിഴക്കൻ രാജസ്ഥാനിലുള്ള പ്രദേശമാണ്. അതുപോലെ ഗിലൂണ്ട് എന്ന ബനാസ് താഴ്വരയിൽ തന്നെ രാജസ്ഥാനിലെ പ്രദേശമാണ് ബിലൂണ്ട്. ദെൻ ദൈമാബാദ് ആണ് അടുത്തത്, അഹമ്മദ് നഗർ, ഗുജറാത്തിലെ അഹമ്മദ് നഗറിലെ ദൈമാബാദ് എന്ന പ്രദേശം. ദെൻ മധ്യപ്രദേശിലെ മാൾവ, അതുപോലെ ബീഹാറിലെ സോൻപൂർ, സോങ്കോവൺ, ഇനാംഗാവ്, നെവാസ, മഹാരാഷ്ട്രയിലെ നെവാസ. ഇത്രയും കേന്ദ്രങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഈ കാൽക്കൊലിത്തിക് ഏജിന്റെ ടൂൾസ് ലഭിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, കാൽക്കൊലിത്തിക് ഏജിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഉപകരണങ്ങളിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയ കാലഘട്ടം എന്ന് വെച്ചാൽ ശിലകളുടെ ഉപയോഗം പൂർണ്ണമായിട്ട് നിലച്ചിട്ടില്ല. അവൻ മൺപാത്രങ്ങളുടെ നിർമ്മാണത്തിലൊക്കെ കൂടുതൽ അവന്റെ കഴിവ് തെളിയിച്ചു. മൺപാത്രമൊക്കെ ഉപയോഗിക്കാനായിട്ട് അവൻ കൂടുതൽ ഗുണമേന്മ വർദ്ധിപ്പിച്ച്, അതായത് ബേക്ക് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് പഠിച്ചു. ഉണക്കി ചുട്ടെടുത്ത് നല്ല രീതിയിലൊക്കെ അവൻ ഉപയോഗിക്കുന്ന കാലഘട്ടം കൂടിയാണ്. ഇനി മനുഷ്യൻ നിയോലിത്തിക് പീരീഡിൽ തന്നെ മൃഗപരിപാലനവും കൃഷിയൊക്കെ അവൻ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അറിയാം കാൽക്കൊലിത്തിക് ഏജ് ആകുമ്പോഴത്തേക്ക് അതൊക്കെ അല്പം കൂടി വികാസം പ്രാപിച്ചിട്ടുണ്ട്. അവൻ നല്ല രീതിയിൽ മൃഗപരിപാലനം, പശു വളർത്തല്, അതുപോലെ ധാന്യ കൃഷികള്, പശു, ചെമ്മരിയാട്, ആട്, ഇങ്ങനെയുള്ള ജീവികളൊക്കെ അവൻ ഇണക്കി വളർത്താനായിട്ട് പഠിച്ചു. ഇനി മറ്റൊന്ന് വാസസ്ഥലങ്ങളിലാണ്. വാസസ്ഥലങ്ങള് ചെറിയ മൺകുടിലുകൾക്ക് പ്രചാരം ലഭിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതുവരെ അവൻ എന്താ ചെയ്തത്? ഉള്ള ഗുഹകളിലൊക്കെ അധിവസിച്ചു, പാറകളുടെ മടക്കുകളിലൊക്കെ അവൻ താമസിച്ചു. എന്നാൽ ഇവിടെ ഈ കാൽക്കൊലിത്തിക് ഏജ് ആയപ്പോഴത്തേക്കും അവൻ വീട് ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ അവൻ സ്വന്തം അഭ്യസിക്കുകയാണ്. അതായത് ചെറിയ മൺകുടിലുകള്, ചുള്ളിക്കമ്പുകൾ, ഉറപ്പേറിയ കമ്പുകളും മണ്ണും ഉപയോഗിച്ചുകൊണ്ട് അവൻ കുടിലുകൾ കെട്ടി താമസിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. പാറകളിൽ, ഗുഹകളിൽ അധിവസിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എവിടെയാണോ ഗുഹയുള്ളത് അവിടെ പോയി താമസിക്കുക എന്നുള്ളതാണ്. എന്നാൽ കുടില് കെട്ടുക എന്ന് പറയുമ്പോൾ എവിടെയാണോ അവന് കുടില് കെട്ടേണ്ടത് അവിടെയാണ് അവൻ കുടില് കെട്ടുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി കൺവീനിയന്റ് ആയ രീതിയിൽ അവൻ വാസസ്ഥലങ്ങളെ ക്രമീകരിക്കാനായിട്ട് പഠിക്കുന്നു. ദെൻ മൺപാത്രങ്ങൾ, ചക്രം ഉപയോഗിച്ചിട്ടുള്ള ഭംഗി കൂടിയ, ഉറപ്പ് കൂടിയ മൺപാത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് അവൻ പഠിച്ചു. കുംഭാരന്റെ ചക്രം, പോട്ടേഴ്സ് വീൽ ഉപയോഗത്തില് പ്രചാരത്തില് വരുന്നത്, അതിന്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ഉപയോഗം നടക്കുന്നത് ഈ പറയുന്ന കാൽക്കൊലിത്തിക് ഏജിലും ഇതിനു ശേഷം വരുന്ന ബ്രോൺസ് ഏജിലും ആണ്. ഇനി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത രാജസ്ഥാനും അതുപോലെ ഗുജറാത്ത് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലാണ് കാര്യമായിട്ട് കാൽക്കൊലിത്തിക് ഏജിന്റെ എവിഡൻസസ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി പുതിയ കുറെ ആചാരങ്ങളും വിശ്വാസങ്ങള്, ശവസംസ്കാര രീതികള് ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ അവസാനമായിട്ട് നോക്കാനുള്ളത് കാൽക്കൊലിത്തിക് ഏജിലെ ടൂൾസിനെ കുറിച്ചാണ്, ഉപകരണങ്ങളെ കുറിച്ചാണ് നോക്കാനുള്ളത്. അപ്പോ ഈ കാൽക്കൊലിത്തിക് ഏജിലെ അഥവാ താമ്രശിലായുഗത്തിലെ പ്രാഥമിക
ആയുധങ്ങള് ശിലകൾ കൊണ്ടുള്ളത് തന്നെയാണ്. പ്രാഥമിക ആയുധങ്ങൾ തീർച്ചയായിട്ടും അവന്റെ ആ ഒരു ലിത്തിക് ഏജിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണല്ലോ വരുന്നത്. അപ്പോ പ്രാഥമിക ആയുധം എന്ന് പറയുന്നത് ശില തന്നെയാണ്. ഇനി സെക്കൻഡറി ടൂൾസ് ആണ് ഏത് ഈ ചെമ്പ് കൊണ്ടുള്ള ടൂൾസ്. അവൻ എന്നാലും എന്താണ് ദ്വിതീയ ഉപകരണങ്ങളായിരുന്നു, അഥവാ സെക്കൻഡറി ടൂൾസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം നമുക്ക് രാജസ്ഥാനിലെ ഗിലൂണ്ടിൽ നിന്നും അതുപോലെ അഹാർ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഈ സൂക്ഷ്മ ശിലായുധങ്ങള് അതിന്റെ കാലഗണന പരിശോധിക്കുമ്പോൾ അത് ഈ പറയുന്ന കാൽക്കൊലിത്തിക് ഏജിലേതാണെന്ന് ഉറപ്പിച്ച് പറയാവുന്ന ടൂൾസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രാഥമിക ആയുധം ശിലയും സെക്കൻഡറി അല്ലെങ്കിൽ ദ്വിതീയ ആയുധമായിട്ട് ഉപകരണങ്ങളായിട്ട് അവൻ ചെമ്പും ഉപയോഗിച്ച ഒരു കാലഘട്ടമാണ്. ഇനി കല്ലുകൊണ്ടുള്ള ബ്ലേഡുകള്, ഹാൻഡ് ആക്സുകള്, അതുപോലെ ചെമ്പ് കൊണ്ടുള്ള ചൂണ്ടക്കൊളുത്തുകളൊക്കെ ധാരാളമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ മത്സ്യബന്ധനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു കാലഘട്ടമാണിത്, ഈ കാലഘട്ടം. അതുകൊണ്ട് തന്നെ അവൻ ഏറ്റവും കൂടുതൽ ചൂണ്ടക്കൊളുത്തുകളുടെ ഒരുപാട് നമ്പർ ഓഫ് ചൂണ്ടക്കൊളുത്തുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി അപ്പോ നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, മത്സ്യങ്ങള് ഏറ്റവും അധികം മത്സ്യങ്ങളുടെ പല സ്പീഷീസ് വെറൈറ്റി ആയിട്ടുള്ള മത്സ്യങ്ങൾ ഏറ്റവും അധികം ഉണ്ടായതും ശുദ്ധജല മത്സ്യങ്ങള് കൂടുതൽ അവൈലബിൾ ആയ ഒരു കാലഘട്ടം കൂടിയാണ് കാൽക്കൊലിത്തിക് ഏജ്. ഇനി ലോഹ സാങ്കേതിക വിദ്യയിൽ മനുഷ്യൻ കൂടുതൽ മികവ് പുലർത്തിയ ഒരു കാലഘട്ടമാണ് ഇത്. അവിടെ അവൻ പ്രത്യേകമായിട്ട് മൂശകള് പണിതുന്നു. അതായത് ചെമ്പ് സംസ്കരണ കേന്ദ്രങ്ങളെയാണ് നമ്മൾ മൂശകൾ എന്ന് പറയുന്നത്. അപ്പോൾ ചെമ്പ് ഖനനം ചെയ്തെടുക്കാനും അത് സംസ്കരിക്കാനും ഒക്കെ അവൻ പഠിക്കുന്നു. ഖേത്രി എന്ന ചെമ്പ് ഖനി ഈ കാലഘട്ടം കാൽക്കൊലിത്തിക് ഏജിൽ തന്നെ നിലനിന്നിരുന്നു എന്നും, അതല്ല തൊട്ടടുത്ത ബ്രോൺസ് ഏജിലാണ് ഈ ഖേത്രി ചെമ്പ് ഖനി വന്നതെന്നും ചരിത്രകാരന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. എനിവേ ചെമ്പ് മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു ഈ ഒരു കാലഘട്ടത്തില്. ഇനി ആയുധങ്ങൾക്ക് പുറമെ ഇതുവരെ മനുഷ്യൻ ആയുധങ്ങളായിട്ടാണ് ഈ പറയുന്ന ഉപകരണങ്ങൾ അധികവും ഉപയോഗിച്ചിരുന്നത്. ആയുധങ്ങളും അതുപോലെ പിന്നെ വെപ്പൺസും ഒക്കെ ആയിട്ട് അവൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് കുറച്ചുകൂടി ഒരു ഈസ്തറ്റിക് സെൻസിലേക്ക് അല്ലെങ്കിൽ ഒരു സൗന്ദര്യാത്മകത കലർത്തിക്കൊണ്ട് ആഡംബര വസ്തുക്കളും അതുപോലെ അലങ്കാര വസ്തുക്കള്, ആഭരണങ്ങള്, ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് മനുഷ്യൻ മാറുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അവൻ ഈ കാലഘട്ടത്തിലേതായിട്ട് പലതരത്തിലുള്ള പ്രതിമകള്, സ്ത്രീകൾ മുടിയിലൊക്കെ കുത്തി ഉപയോഗിക്കുന്ന മുടിപ്പിന്നുകള് ഒക്കെ നമുക്ക് ഈ കാലഘട്ടത്തിലേതായിട്ട് ചെമ്പ് കൊണ്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം മനുഷ്യന്റെ ഉപയോഗങ്ങളിലും മനുഷ്യന്റെ ജീവിത രീതികളും കൂടുതൽ സങ്കീർണമാവുന്നുണ്ട് ഈ കാൽക്കൊലിത്തിക് ഏജിൽ. മനുഷ്യൻ അല്പം കൂടി വികസിതമായ ഈ ആവശ്യങ്ങളിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.